ഇതൊരു അലമാര കച്ചവടത്തിന്റെ ലാഭനഷ്ട പെർസെന്റേജ് അതായത് ശതമാനക്കണക്കാണ്. ഒരാൾ ഒരു അലമാര എസ് എന്ന വിലയ്ക്ക് വിൽക്കുന്നു. അതിൽ 20% അയാളുടെ ലാഭമാണ്. അയാൾ അലമാര വാങ്ങുന്ന വില 10% കൂടുകയും അതിനുശേഷം എസ്സിനേക്കാൾ 4% ഉയർന്ന വിലക്ക് അത് വിൽക്കുകയും ചെയ്താൽ അയാളുടെ ലാഭ ശതമാനം എത്രയാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇതിനെ നമ്മൾ രണ്ടാക്കി തിരിക്കുക. ആദ്യം പാസ്റ്റ്. ഓക്കെ, പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എങ്ങനെയായാലും എന്നുള്ളത്. അതായത് ഒരു അലമാര എസ് എന്ന വിലക്ക് വിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം സപ്പോസ് നമ്മൾ എന്താക്കുക, വിൽക്കുന്നത് അല്ലെങ്കിൽ വിറ്റ വില എന്ന് പറയുന്നത്, ആദ്യം വിറ്റ വില എന്ന് പറയുന്നത് 100 ആക്കി കൺസിഡർ ചെയ്യുക. എസ് എന്നുള്ളതിന് പർട്ടിക്കുലർ വില ഒന്നും തന്നിട്ടില്ല. തൽക്കാലം നമ്മുടെ ക്വസ്റ്റ്യന് ശതമാനക്കണക്ക് ആയതുകൊണ്ട് ഇപ്പം 100 ആക്കി കൺസിഡർ ചെയ്യുക. എളുപ്പത്തിനു വേണ്ടി നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എളുപ്പത്തിനു വേണ്ടി 100 ആക്കി കൺസിഡർ ചെയ്യുക. അതിൽ 20% എന്താണ്, അയാളുടെ ലാഭമാണ്. 20% ലാഭം എന്ന് പറയുമ്പോൾ ലാഭം എന്താണ്, 20%. ഓക്കെ, ലാഭം 20% പറയുമ്പോൾ ഇതിൽ ഈ 100 ഉറുപ്പ്യക്ക് വിൽക്കുമ്പം 20 ഉറുപ്പ്യ ലാഭം. അതായത് എന്താണ്, 20 രൂപ എന്താണ് ഇയാളുടെ ലാഭമാണ്. അപ്പൊ അയാൾ വാങ്ങിയിട്ടുണ്ടാവുക എത്ര ഉറുപ്പ്യക്കായിരിക്കും? ആദ്യം വാങ്ങിയത് എത്ര ഉറുപ്പ്യക്കായിരിക്കും? 100 മൈനസ് 20 ഈക്വൽ ടു 80 രൂപയ്ക്കായിരിക്കും എന്തുണ്ടാവുക, അയാൾ വാങ്ങിയിട്ടുണ്ടാവുക ആദ്യം. ഇനി എന്താണ്, അയാൾ അലമാര വാങ്ങുന്ന വില 10% കൂടുകയും എസ്സിനേക്കാൾ 4% ഉയർന്ന വിലയ്ക്ക് അത് വിൽക്കുകയും ചെയ്തു. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റ് കഴിഞ്ഞു പ്രസന്റ് എടുക്കുമ്പോൾ നമ്മൾ വേറെ കളറാക്കാണ് തൽക്കാലം. അതായത് അയാൾ അലമാര വാങ്ങുന്ന വില 10% കൂടി. ആദ്യം വാങ്ങിയത് 80 ഉറുപ്പ്യക്കാണ്. ഈ 80ന്റെ 10% എന്ന് പറയുമ്പോൾ എന്താണ്, 8 രൂപ. ഓക്കെ, 8 രൂപ. അപ്പം ഈ ഈ ഒരു കേസിൽ അയാൾ അലമാര വാങ്ങുന്ന വില 10% കൂടി. അപ്പം ഇപ്പൊ എന്താണ്, വാങ്ങിയത് എത്ര ഉറുപ്പ്യക്കായിരിക്കും? 80ന്റെ കൂടെ എന്താണ് 10%, ആദ്യം വാങ്ങിയതിനെക്കാട്ടും 10% കൂടി എന്ന് പറയുമ്പോൾ 8 ഈക്വൽ ടു 88 ഉറുപ്പ്യായി. ഓക്കെ, പിന്നെന്താണ്, എസ്സിനേക്കാൾ 4% ഉയർന്ന വിലക്ക് അത് വിറ്റു. ആദ്യം വിറ്റത് എത്ര ഉറുപ്പ്യക്കാണ്? 100 ഉറുപ്പ്യക്കാണ് വിറ്റത്. ഇതിന്റെ 4% ഉയർന്നതിൽ എന്താണ് വിറ്റ്? 100ന്റെ 4% എന്ന് പറയുമ്പോൾ 4 തന്നെ. അപ്പം വിറ്റത് എന്താണ്, 100 പ്ലസ് 4 ഈക്വൽ ടു 104. ഉയർന്ന വിലക്ക് അത് വിൽക്കുകയും ചെയ്തു. അയാളുടെ ലാഭ ശതമാനമാണ് ഇപ്പൊ ചോദിക്കുന്നത്. അതായത് ഇപ്പം 104 മൈനസ് ഇവിടെ എന്താണ് ലാഭം എത്ര ആയിരിക്കും? 104 മൈനസ് 88 ഈക്വൽ ടു എന്താണ് വരിക? 16. ഓക്കെ, ഇതിന്റെ ശതമാനം കാണാൻ. അപ്പൊ ഈ ഒരു ശതമാനം കാണാൻ, അതായത് അയാളുടെ ലാഭ ശതമാനം, ഇപ്പോഴത്തെ ലാഭ ശതമാനം കാണാൻ എന്താ ചെയ്യേണ്ടി വരിക? അതായത് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 16 വാങ്ങിയ വില എന്ന് പറയുന്നത് 88 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും 16ഉം 88ഉം എന്താണ് 8ൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 8 16, 11 8 88. അപ്പൊ 2/11 ഇൻറ്റു 100 ചെയ്താൽ ഈ ഓപ്ഷനിലുള്ള എന്തോ കിട്ടും. അപ്പം ക്വസ്റ്റ്യൻ മനസ്സിലായി, ഈ ചെയ്ത രീതി മനസ്സിലായി എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് കമന്റ് ചെയ്യുക, ആൻസറും കമന്റ് ചെയ്യുക. സോ